ഈ ആഴ്ചയുടെ അവസാനം മിഡിൽ ഈസ്റ്റിൽ സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റിനെ കാത്തിരിക്കുന്നത് വലിയൊരു മാറ്റമാണ്. ഇറാനുമേൽ യുഎസും ഇസ്രയേലും നടത്തിയ ആക്രമണവും അതിന് ഇറാൻ കൊടുത്ത പ്രത്യാക്രമണവും മൊത്തത്തിൽ ഒരു വലിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു രക്തക്കടലിനെയാണ് അഭിമുഖീകരിക്കുന്നത്. 1000 പോയിന്റിന്റെ ഒരു തകർച്ചയാണോ നമ്മൾ കാണാൻ പോകുന്നത്, അതോ ഈ പ്രതിസന്ധിയിൽ ഒരു ബൈ ഇൻ ദ ഡിപ്പ് അവസരം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൺഡേ മെൽറ്റൗൺ നേരിടാനുള്ള സ്ട്രാറ്റജിയാണ്. ഓയിൽ ഡിഫൻസ് സ്റ്റോക്കുകളിലുള്ള ഒരു സർവൈവൽ ഗൈഡ്, കൂടാതെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിയാത്ത SBI ലൈഫ്, NGS ഇന്ത്യ എന്നിവയുടെ വലിയ ഡിവിഡൻഡുകൾ 2026 ഏറ്റവും നിർണായകമായ ആഴ്ചയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ നമുക്ക് നോക്കാം. വെള്ളിയാഴ്ചത്തെ ആ ഒരു വലിയ വീഴ്ച വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചന മാത്രമായിരുന്നു. വാരാന്ത്യത്തിലെ യുദ്ധവാർത്തകൾക്ക് മുമ്പ് തന്നെ മാർക്കറ്റിൽ ആശങ്കകൾ പടർന്നു പിടിച്ചു. ഇതിന്റെ ഒരു തെളിവ് തന്നെയാണ് വെള്ളിയാഴ്ചത്തെ ആ ഒരു കനത്ത ഇടിവ്. വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ Nifty 50 ആഴ്ചയിൽ മൊത്തത്തിൽ 1.54% ഇടിഞ്ഞ് 25,178 ക്ലോസ് ചെയ്തത്. BSE സെൻസെക്സിനും രക്ഷയുണ്ടായില്ല. ആഴ്ച അവസാനം 1.84% നഷ്ടത്തിൽ 81,287 ക്ലോസ് ചെയ്തത്. ഈ നഷ്ടത്തിന്റെ ഒരു വലിയ പങ്കും വന്നത് വെള്ളിയാഴ്ച ഒറ്റ ദിവസം തന്നെയാണ്. സെൻസെക്സ് 961 പോയിന്റും Nifty 50 318 പോയിന്റും നഷ്ടം കാണിച്ചു. ഒറ്റ ദിവസം കൊണ്ട് നിക്ഷേപകരുടെ ഏകദേശം 5 ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് ഇല്ലാതായത്. ഈ ഒരു ഇടിവ് എല്ലാ സെക്ടറിലും ഉണ്ടായിരുന്നു. 1-2 സെക്ടറുകൾ മാർക്കറ്റിനെ താഴോട്ട് വലിച്ചതല്ല, മറിച്ച് ഇതൊരു വൈഡ് സ്പ്രെഡഡ് സെല്ലിംഗ് തന്നെയായിരുന്നു. റിയാലിറ്റി, ഓട്ടോ, ഫിനാൻഷ്യൽ പോലെയുള്ള പ്രധാനപ്പെട്ട സെക്ടറുകൾക്ക് വലിയ തിരിച്ചടി. നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് ഏകദേശം 2.3% ഇടിഞ്ഞത്. സാധാരണയായിട്ട് പിടിച്ചു നിൽക്കാറുള്ള ബ്രോഡർ മാർക്കറ്റ്സിന് പോലും ഈ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പുകളും 1% കൂടുതൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത് കണ്ടത്. ഇത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെ മാസത്തെ ഏറ്റവും താഴ്ന്ന ക്ലോസിംഗ് ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു തകർച്ചയ്ക്ക് പിന്നിൽ? വെള്ളിയാഴ്ചത്തെ വീഴ്ചയ്ക്ക് കാരണം എന്താണ്? ആഗോളതലത്തിലെ സമ്മർദ്ദങ്ങളായിരുന്നെങ്കിൽ വാരാന്ത്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ട്. ഒന്നാമതായിട്ട് മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു യുദ്ധ സാഹചര്യം തന്നെയാണ്. ഇറാനെതിരെ യുഎസും ഇസ്രായേലും നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ മാർക്കറ്റിനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇത്തരം ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സാധാരണയായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പോലെയുള്ള റിസ്കി അസറ്റുകൾ വിറ്റ് ഡോളർ പോലെയുള്ള സേഫ് ഹെവനുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിദേശ നിക്ഷേപം പുറത്തേക്ക് പോകാൻ കാരണമാണ്. ഈ യുദ്ധം കാരണം എണ്ണവില കുതിച്ചുയരുമോ എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക. ഇന്ത്യ അതിന്റെ എണ്ണ ആവശ്യകതയുടെ 85% ഇറക്കുമതി ചെയ്യുന്ന ഒരു കൺട്രി ആയതിനാൽ എണ്ണവിലയിലെ വർധനവ് രാജ്യത്തെ വിലക്കയറ്റത്തിന് കാരണമായേക്കും. ഇനി നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് സൈഡിലേക്ക് വരാം. അവിടെ വെള്ളിയാഴ്ച തന്നെ അപകടകരമായിട്ടുള്ള ആ ഒരു ട്രെൻഡ് കാണാനുണ്ടായിരുന്നു. FIS നടത്തിയ വലിയ തോതിലുള്ള വിൽപ്പന, ഈ ഒരു ആക്രമണത്തിന്റെ ന്യൂസ് അവർക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ്. അതുകൊണ്ട് തന്നെ FIS ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് വലിയ രീതിയിലുള്ള സെൽ ഓഫ് ആണ് കാഴ്ചവെച്ചത്. ആഗോളതലത്തിലുള്ള അനിശ്ചിതത്വം കാരണം അവർ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ ന്യൂസിന്റെ ആഴം കൃത്യമായിട്ട് അറിയാം എന്നുള്ളതിന്റെ ഒരു സൂചനയായിരുന്നു ഇത്. വിദേശ നിക്ഷേപകർ ഇത്ര വലിയ അളവിൽ വിൽക്കുമ്പോൾ ഇത് അവരുടെ ഇഷ്ടമേഖലയായിട്ടുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു. FIS വിൽക്കുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് കമ്പനികളും നേരെ തിരിച്ചാണ് ചെയ്യാറ്. FIS വലിയ സെല്ലിംഗ്സ് നടത്തിയ അതേ ദിവസങ്ങളിൽ DIS വലിയ രീതിയിലുള്ള ബൈയിങ് കാഴ്ചവെക്കുകയുണ്ടായി. FIS DISും തമ്മിലുള്ള ഈ ഒരു വടംവലി നമ്മുടെ മാർക്കറ്റിന്റെ ഒരു പ്രധാന സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ക്യാപിറ്റൽ പേടിച്ച് പുറത്തേക്ക് പോകുമ്പോഴും ഇന്ത്യയുടെ ഗ്രോ സ്റ്റോറിയിലുള്ള നമ്മുടെ ഡൊമസ്റ്റിക് കോൺഫിഡൻസ് ഇപ്പോഴും സ്ട്രോങ് ആണ് എന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ വെള്ളിയാഴ്ച FISന്റെ സെല്ലിംഗ് ശക്തിയും നെഗറ്റീവ് ഗ്ലോബൽ സാഹചര്യങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ DIകൾക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മൾ കണ്ട ഒരു വലിയ വീഴ്ചയിലേക്ക് മാർക്കറ്റിനെ എത്തിച്ചത്. വെള്ളിയാഴ്ചത്തെ വലിയ ഇടിവിൽ മാർക്കറ്റ് പതറി നിൽക്കുമ്പോഴാണ് ട്രേഡിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ന്യൂസ് വരുന്നത്. ഗവൺമെന്റ് 3ാം ക്വാർട്ടറിലെ, അതായത് ഒക്ടോബർ-ഡിസംബർ കാലയളവിലെ GDP ഡാറ്റ പുറത്തുവിട്ടു. ആ ഒരു കണക്കുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു. ഇന്ത്യൻ എക്കണോമി 3ാം ക്വാർട്ടറിൽ വർഷാവർഷം നോക്കുമ്പോൾ 7.8% എന്ന വലിയ ഗ്രോത്ത് കാണിച്ചു. കഴിഞ്ഞ ക്വാർട്ടറിലെ 8.4% ഗ്രോത്തിൽ നിന്ന് ചെറിയൊരു കുറവുണ്ടായെങ്കിലും പലരും പ്രതീക്ഷിച്ചതിലും വളരെ മികച്ച ഒരു നമ്പർ ആയിരുന്നു ഇത്. പക്ഷേ നല്ല വാർത്ത അവിടെയും തീർന്നില്ല. 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ ഫുൾ ഇയർ GDP ഗ്രോത്തിന്റെ പ്രഡിക്ഷൻ ഗവൺമെന്റ് 7.6% ഉയർത്തി. ഇന്ത്യൻ എക്കണോമിയുടെ ശക്തിയിലുള്ള വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് ഇതിനെ നമുക്ക് കാണാം. നമ്മുടെ എക്കണോമിയുടെ ഇപ്പോഴത്തെ സ്ട്രക്ചറിനെ കൂടുതൽ നന്നായി കാണിക്കുന്ന പുതിയ 22-23 ബേസ് ഇയർ വെച്ചുള്ള ഡേറ്റയാണിത്. GDP ഡാറ്റ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ നിന്നുള്ള ഒരു പേടിക്ക് ഒരു നല്ല മറുപടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്ട്രോങ് ഡൊമസ്റ്റിക് ഫണ്ടമെന്റൽസിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു നടപടിയാണിത്. അതുപോലെ തന്നെ മാർക്കറ്റിന് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു ബൂസ്റ്ററായിട്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഗ്ലോബൽ തലങ്ങളിൽ ചലഞ്ചസ് ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഗ്രോത്ത് എഞ്ചിൻ ഫുൾ സ്പീഡിൽ ഓടുന്നു എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്.
അപ്പോൾ ഇതെല്ലാം വരുന്ന ആഴ്ചയിൽ എന്താണ് നമുക്ക് അർത്ഥമാക്കി തരുന്നത്? വെള്ളിയാഴ്ചത്തെ വീഴ്ചയിൽ നിന്നുള്ള ഒരു പേടിയും സ്ട്രോങ് GDP ഡേറ്റയിൽ നിന്നുള്ള പ്രതീക്ഷയും കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റേജിലാണുള്ളത്. നമ്മുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് കോഷ്യസ് ഒപ്റ്റിമിസം ആണ്. ചെറിയൊരു കയറ്റം കാണുമ്പോൾ തന്നെ ട്രേഡേഴ്സ് ലാഭമെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് സെൽ ഓൺ റൈസ് എന്നൊരു സ്ട്രാറ്റജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള എക്കണോമിക് ഡാറ്റ കാരണം വലിയൊരു നീണ്ടു നിൽക്കുന്ന കറക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലെവലുകൾ വളരെ ക്ലിയർ ആണ്. നിഫ്റ്റി 50ക്ക് അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്ത സപ്പോർട്ട് ലെവൽ 25,100-നും 25,400-നും ഇടയിലുള്ള ആ ഒരു സോണാണ്. ഇനിയൊരു വീഴ്ച തടയാൻ ഈ ഒരു ലെവൽ പിടിച്ചു നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി 50ക്ക് 25,850-നും 900-നും ഇടയിൽ ഒരു വലിയ റെസിസ്റ്റൻസ് കാണാൻ കഴിയും. ബുൾസിന് ഫുൾ കൺട്രോൾ കിട്ടണമെങ്കിൽ ഇതിന് മുകളിൽ ഒരു ക്ലിയർ ബ്രേക്ക്ഔട്ടും ആവശ്യമാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. അതിന് 60,200-നും 60,550-നും ഇടയിലുള്ള ഒരു റേഞ്ചിൽ പെട്ടെന്നൊരു സപ്പോർട്ടുണ്ട്. ഇതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു ഷോർട്ട് ബുള്ളിഷ് ട്രെൻഡ് സേഫ് ആയിട്ടാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 61,200-നും 61,700-നും ഇടയിലാണ്. ഈ ഒരു ഷോർട്ട് ടൈം കാഴ്ചപ്പാടിനപ്പുറം നമുക്കൊരു ബിഗ് പിക്ചർ മറക്കാൻ പാടില്ല. പ്രധാനപ്പെട്ട അനലിസ്റ്റുകൾ ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയിൽ നല്ല കോൺഫിഡന്റ് ആണ്. ചിലർ സ്ട്രോങ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റും ഗ്രോത്തും കാരണം സ്റ്റോക്സിൽ 20% ഇയർലി നേട്ടത്തിനുള്ള സാധ്യത വരെ കാണിക്കുന്നുണ്ട്. ഹിസ്റ്ററി നോക്കിയാൽ മാർച്ച് അവസാനത്തോടെ നിഫ്റ്റിക്ക് നല്ല ഒരു റിസൾട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ 8 തവണയും ഇൻഡെക്സ് മാർച്ച് എൻഡോടെ ഗ്രീനിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിന് ശേഷം ഏപ്രിൽ മാസത്തിലേക്കുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് സാഹചര്യങ്ങളും സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. ഇത് മാനസികമായിട്ട് നല്ലൊരു ബൂസ്റ്റ് നൽകാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മാർച്ച് ആദ്യ ആഴ്ചയിൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ഒരു കാര്യം ഓർമ്മിക്കുകയാണ്, മാർച്ച് 3 ചൊവ്വാഴ്ച ഹോളിയാണ്. അതുകൊണ്ട് മാർക്കറ്റിന് ഹോളിഡേ ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത ആഴ്ച പ്രൈമറി മാർക്കറ്റിൽ കുറച്ച് ആക്ഷൻസ് ഉണ്ട്. IIT ബോംബെയിൽ നിന്നുള്ള ഒരു ഡീപ് ടെക് കമ്പനി ആയിട്ടുള്ള സിഡിമാക് മെക്ട്രോണിക്സിന്റെ മെയിൻ ബോർഡ് IPO മാർച്ച് 4 മുതൽ 6 വരെ സബ്സ്ക്രിപ്ഷനായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. മാർച്ച് 5-ന് ഒരു SME കമ്പനി ആയിട്ടുള്ള യാപ് ഡിജിറ്റലിന്റെ മാർക്കറ്റ് അരങ്ങേറ്റവും നമുക്ക് കാണാൻ കഴിയും. കോർപ്പറേറ്റ് ആക്ഷൻസിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാർച്ച് 2 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വെച്ച് വാർവി ഗ്ലോബൽ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നുണ്ട്. അഖിലോൺ നെക്സസിന്റെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റെക്കോർഡ് ഡേറ്റ് മാർച്ച് 5-ആണ്. 2 വലിയ പേരുകളായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യയും SBI ലൈഫും മാർച്ച് 6-ന് എക്സ് ഡിവിഡന്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ സിൽവർ ടച്ച് ടെക്നോളജീസ് മാർച്ച് 6 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഒരു ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റും നടത്തുന്നുണ്ട്. ഇനി നമ്മളുടെ റഡാറുള്ള കുറച്ച് സ്റ്റോക്കുകൾ കൂടി ഒന്ന് ഓടിച്ചു നോക്കിപ്പോകാം. ഒന്നാമതായിട്ട് HDFC ബാങ്ക്. ബാങ്കിങ് സെക്ടറിലെ ഇപ്പോഴത്തെ ഇടിവിന് ശേഷം ഇതിന്റെ ഒരു സപ്പോർട്ട് ഏകദേശം 875-ൽ കാണുന്നുണ്ട്. അവിടെ നിന്നൊരു നല്ല മുന്നേറ്റത്തിനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായിട്ട് മാർച്ച് 5-ന് റിസൾട്ട് വരുന്ന KEI ഇൻഡസ്ട്രീസ് ഇതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് പുതിയൊരു റാലിക്ക് കാരണമായേക്കും. അതുപോലെ തന്നെ പിയേഴ്സ് ഡിഫൻസ് പുതിയ ഓർഡറുകളുടെ വാർത്തകൾക്കിടയിൽ ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷനിലാണ്. അവിടെ നിന്നൊരു അപ്പ് മൂവ്മെന്റ് ഉണ്ടായാൽ 775 വരെ എത്താനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട 510 ലെവലിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 540-ഉം അതിന് മുകളിലേക്കും ടാർഗറ്റുകൾ എത്തിയേക്കാം. ഇതുകൂടാതെ സെല്ലിംഗ്സിന് മുമ്പ് നല്ല ശക്തി കാണിച്ച പൊതുമേഖലാ ബാങ്കുകൾ, ഡിഫൻസ്, ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറുകൾ എന്നിവയെല്ലാം നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഴ്ച ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയായിരുന്നു. വാരാന്ത്യത്തിലെ യുദ്ധവാർത്തകൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ആഗോള ആക്രമണ ഭീതിയും FII വിൽപ്പനയുമാണ് പ്രധാന വില്ലന്മാർ. എന്നിരുന്നാലും ട്രേഡിംഗിന് ശേഷം വന്ന നിർണായകമായിട്ടുള്ള GDP ഡേറ്റ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കരുത്ത് ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് സൂചന നൽകുന്നു. വരുന്ന ആഴ്ച യുദ്ധഭീതിയിൽ ധൈര്യം കാട്ടിയ ബയേഴ്സും ശക്തമായിട്ടുള്ള സാമ്പത്തിക ഡേറ്റയുടെ പിൻബലമുള്ള ബുൾസും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. മാർക്കറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ യുദ്ധഭീതിയെ അതിജീവിക്കാൻ ഇന്ത്യയുടെ ശക്തമായ GDP ഡാറ്റയ്ക്ക് കഴിയുമോ, അതോ മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങൾ വാച്ച് ചെയ്യുന്ന മറ്റ് സ്റ്റോക്കുകളും കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരാഴ്ച നമുക്ക് മുന്നിലേക്ക് തുറന്നു വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആഴ്ച നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.